ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി നാഷണൽ ടാസ്ക് ഫോഴ്സ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, വിവേചനങ്ങൾ തുടങ്ങിയവ പരിശോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി വിവിധ മേഖലകളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് നാഷണൽ ടാസ്ക് ഫോഴ്സ് ഓൺ മെന്റൽ ഹെൽത്ത് ഓഫ് സ്റ്റുഡൻസ്. ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി ശാക്തീകരണം, വനിതാ ശിശുവികസനം, നിയമനീതി തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർ ഈ പദ്ധതിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ടാസ്ക് ഫോഴ്സിന്റെ കൺവീനർ. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കും നോഡൽ ഓഫീസർ. സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ടോ എന്നതിനെപ്പറ്റി പരിശോധന നടത്തുകയാണ് ടാസ്ക് ഫോഴ്സ് ചെയ്യുന്നത്. ഇത്തരം കാരണങ്ങൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളതും ഗൗരവമായി കാണേണ്ട വിഷയമാണ്. റാഗിംഗ്, ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, ലൈംഗിക പീഡനം, അക്കാദമികപരമായ സമ്മർദ്ദങ്ങൾ, മാനസികാരോഗ്യം, ഗോത്രവർഗ സംബന്ധിയായ വിവേചനം, ശാരീരിക മാനസിക വൈകല്യങ്ങൾ തുടങ്ങി അനേകം കാരണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവേചനങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നുണ്ടോ എന്നതും പരിശോധിക്കുകയാണ് ഇത്തരം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസർ ഡോക്ടർ സുജിത് എൻ തമ്പി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. പലവിധ സമ്മർദ്ദങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭാഗമായി മാനസികമായി തകർന്നു പോകുന്ന കുട്ടികൾ ആത്മഹത്യ എന്ന കുറുക്കുവഴി തിരഞ്ഞെടുക്കുന്ന പ്രവണത രാജ്യത്ത് ഏറി വരികയാണ്. ഈ വിഷയം പഠിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക സംഘം ഫീൽഡ് വിസിറ്റ് നടത്തി അതിനുശേഷം സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് ഈ പ്രശ്നത്തിന്റെ ഗൗരവമായ ഇരുണ്ട ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ക്യാമ്പസുകൾ ഇനിയും ഏറെ ജനാധിപത്യവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. ഫ്യൂഡലിസത്തിന്റെ കറകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലും ക്യാമ്പസുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. സൗഹാർദ്ദപരമായ പഠന അന്തരീക്ഷം ഒരുക്കി നമ്മുടെ ക്യാമ്പസുകളെ ആധുനികമാക്കേണ്ട ചുമതല നമ്മൾ ഏവർക്കുമുണ്ട്. ദുർബലരായവരെ ചേർത്ത് പിടിക്കുന്ന മാനവികത നമ്മുടെ സംസ്കാരത്തിലും വ്യവഹാരത്തിലും ബോധപൂർവം നടപ്പാക്കേണ്ടതുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിലെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് അനന്തമായ പിന്തുണ നൽകി കൊണ്ടുവരേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ജാതി, മതം, നിറം, പ്രദേശം, ഭാഷ തുടങ്ങി നിരവധി വിഷയങ്ങളിലെ അധിക്ഷേപങ്ങളും വേർതിരിവുകളും മാനസിക ആരോഗ്യം കുറഞ്ഞവരെ എന്ന പോലെ തന്നെ മാനസിക ആരോഗ്യം ഉള്ള കുട്ടികളെ പോലും തകർത്തു കളയുന്നു. ഭാവി ഭാരതം കെട്ടിപ്പടുക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ശാരീരികവും ബൗദ്ധികവുമായ ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യവും പരമപ്രധാനമാണ്. വികസിത രാജ്യമാകാൻ കുതിക്കുന്ന ഇന്ത്യയുടെ വികസനം കിതയ്ക്കാതെ സുസ്ഥിരത ഉള്ളതാവണമെങ്കിൽ മാനസിക ആരോഗ്യം ഉള്ള ഒരു യുവജനതയുടെ അടിത്തറ അനിവാര്യമാണ്. അതിനായുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ മഹത്തായ പ്രവർത്തനങ്ങൾ പ്രതീക്ഷ ഉളവാക്കുന്നതാണ്. വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമായ രീതിയിലുള്ള സംവിധാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെ ഗ്രഹാന്തരീക്ഷവും അവിടെ നിന്നും കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളും അധ്യാപകർ മനസ്സിലാക്കി വേണം
കുട്ടികളോട് പെരുമാറാൻ. വീടുകളിലെ സാഹചര്യങ്ങൾ കുട്ടികൾക്ക് അനുകൂലമായ മാനസിക അവസ്ഥയാണോ ഉണ്ടാക്കുന്നതെന്ന് അധ്യാപകർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മോശം ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കോളേജിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് പലരും. ഇത്തരം കാര്യങ്ങളെല്ലാം ഭയമില്ലാതെ അവരുടെ അധ്യാപകരോട് തുറന്നു പറയാൻ കഴിയണം. അതല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനോട്. വിദ്യാർത്ഥികളുടെ ഇടയിൽ നടക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം മാനസികമായ പക്വത ഇല്ലായ്മയാണ്. ഒരു വ്യക്തിയുടെ മാനസികവും സാമൂഹികവും വൈകാരികവുമായ മെച്ചപ്പെട്ട അവസ്ഥയാണ് മാനസികാരോഗ്യം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. സ്റ്റുഡന്റ് കൗൺസിലറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സിന്ധു BK. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിവിന്റെയും വളർച്ചയുടെയും കേന്ദ്രങ്ങളാണ്. എന്നാൽ സമീപകാലത്തായി നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഏറെ വേദനിപ്പിക്കുന്നതാണ്. ജാതീയമായ വിവേചനം, റാഗിംഗ്, പഠനഭാരം, ഒറ്റപ്പെടൽ തുടങ്ങിയ കാരണങ്ങളാൽ നമ്മുടെ മിടുക്കരായ വിദ്യാർത്ഥികൾ ആത്മഹത്യയിലേക്ക് തള്ളപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും ആത്മഹത്യകൾ പൂർണ്ണമായും തടയുന്നതിനുമായി ഒരു ദേശീയ കർമ്മസമിതി നാഷണൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ കേവലം വിദ്യാഭ്യാസപരമല്ല, മറിച്ച് അത് സാമൂഹികവും മാനസികവുമായ തലങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പ്രാദേശികതയുടെയും പേരിൽ നടക്കുന്ന വിവേചനങ്ങൾ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. ഒപ്പം മാറുന്ന കാലത്തിനനുസരിച്ചുള്ള റാഗിങ്ങിൻ്റെ പുതിയ രൂപങ്ങളും വിദ്യാർത്ഥികളെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തെ നേരിടാൻ സർക്കാർ നിയോഗിച്ച ദേശീയ കർമ്മസമിതിയുടെ പ്രസക്തി വളരെ വലുതാണ്. സമിതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ കർമ്മസമിതി ഒരു ബഹുമുഖ സമീപനമാണ് സ്വീകരിക്കുന്നത്. വെറുമൊരു ഔദ്യോഗിക സംവിധാനമല്ല ഇത്. ഇതിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? 1. മാനസികാരോഗ്യ വിദഗ്ധർ. വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ കൗൺസിലിങ്ങും ചികിത്സയും ലഭ്യമാക്കാൻ. 2. വിദ്യാഭ്യാസ വിദഗ്ധർ. ക്യാമ്പസുകളിലെ പഠന അന്തരീക്ഷം സമ്മർദ്ദരഹിതമാക്കാൻ. 3. സാമൂഹിക നീതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ. ക്യാമ്പസുകളിൽ ജാതി മത വിവേചനങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താനും തുല്യനീതി ഉറപ്പാക്കാനും. 4. വിദ്യാർത്ഥി പ്രതിനിധികൾ. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഭരണകൂടത്തെ അറിയിക്കാൻ. കർമ്മസമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമിതി പ്രധാനമായും ഊന്നൽ നൽകുന്നത് 3 കാര്യങ്ങൾക്കാണ്. 1. പ്രതിരോധം, പ്രിവെൻഷൻ. റാഗിങ്ങും വിവേചനവും നടക്കാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുക. ഓരോ ക്യാമ്പസിലും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി തങ്ങളുടെ പരാതികൾ അറിയിക്കാൻ കംപ്ലൈന്റ് സെല്ലുകൾ ശക്തിപ്പെടുത്തുക. 2. മാനസിക പിന്തുണ, മെന്റൽ സപ്പോർട്ട്. വിദഗ്ധരായ കൗൺസിലർമാരുടെ സേവനം 24 മണിക്കൂറും ക്യാമ്പസുകളിൽ ലഭ്യമാക്കുക. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം ക്ലാസുകൾ വഴി നൽകുക. 3. സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്. ജാതീയമോ ലിംഗപരമോ ആയ വിവേചനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക. പരാതികൾ വന്നാൽ കാലതാമസമില്ലാതെ അന്വേഷണം നടത്തുക. അതെ, ഓരോ വിദ്യാർത്ഥിയും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, നാളെയുടെ വാഗ്ദാനമാണ്. അവരുടെ മരണം ഒരു കേവലം സംഖ്യയല്ല, മറിച്ച് നമ്മുടെ സാമൂഹിക സംവിധാനത്തിന്റെ പരാജയമാണ്. ക്യാമ്പസുകൾ വിദ്യയുടെ മാത്രം കേന്ദ്രങ്ങളല്ല, അവ സ്നേഹത്തിന്റെയും സുരക്ഷിതത്തിന്റെയും ഇടങ്ങൾ കൂടിയായി മാറണം. ദേശീയ കർമ്മസമിതിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹപാഠികളുടെയും വലിയൊരു പിന്തുണ ഈ ലക്ഷ്യം നേടുന്നതിന് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ക്യാമ്പസുകൾ ഇനി ഒരു വിദ്യാർത്ഥിയുടെയും കണ്ണീർ വീഴാത്ത, ഭയമില്ലാത്ത ഇടങ്ങളായി മാറുമെന്ന് പ്രത്യാശിക്കാം. അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പദ്ധതികൾ നിലവിലുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വേണം. കേന്ദ്ര സർക്കാരിൻ്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ഹെൽപ്പ് ലൈനാണ് ടെലിമാനസ്.
144 അല്ലെങ്കിൽ 1-800-891-44-16 എന്നീ നമ്പറുകളിൽ വിളിച്ചാൽ ഏത് ഭാഷയിലും സേവനം ലഭ്യമാണ്. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 അല്ലെങ്കിൽ 0471-255-2056 എന്നിവയിൽ വിളിച്ചാലും മാനസികാരോഗ്യ സംശയങ്ങൾക്കും കൗൺസിലിംഗിനുമായി വിദഗ്ധരുമായി സംസാരിക്കാവുന്നതാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാനസിക ബുദ്ധിമുട്ടുകൾക്കും സഹായങ്ങൾക്കുമായി 1098 എന്ന നമ്പറിൽ 24 മണിക്കൂറും മലയാളത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത്തരം സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുകയും വേണം. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സലീജ AP. ചില പുഞ്ചിരിയുടെ പിന്നിൽ പെയ്യുന്ന വേദനയുടെ മഴ പലപ്പോഴും ചുറ്റുമുള്ളവര് കാണാതെ പോകാറുണ്ട്. നിറഞ്ഞ ക്ലാസ് മുറികളിലും ഏകാന്തതയുടെ തണുപ്പില് വിറയ്ക്കുന്ന മനസ്സുകളുണ്ടാവാം. ഒന്ന് ആശ്വാസം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ. ചിലപ്പോ ഒരു ചിരിയോടൊപ്പമുള്ള ചോദ്യം മാത്രം മതി, സുഖമാണോ എന്ന്. അവിടെ നമ്മൾ അവർക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ടാവാം. പരിഗണനയുടെ സന്തോഷം, ചേർത്ത് പിടിക്കലിന്റെ സന്തോഷം. പക്ഷേ മറ്റു ചിലരുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും തീരുന്നതാവില്ല. അവർക്ക് ചിലപ്പോ അവരെ കേൾക്കാൻ ആളില്ലാത്തതിന്റെ പ്രശ്നമാവാം. അത്തരത്തിൽ ക്യാമ്പസുകളിൽ കേട്ടിരിക്കാനും പരിഹരിക്കാനും ആളുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ നിലവിലുള്ള ജീവനീ അധ്യാപകരുടെ ഇടപെടലുകൾ കോളേജുകളിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് മാസമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതുമല്ല, സ്ഥിരം ഫാക്കൽറ്റീസ് അല്ല, ഗസ്റ്റ് മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ മുഴുവൻ കാലയളവിൽ അവര് കോളേജുകളിൽ ഉണ്ടാവുന്നില്ല. ഇത്തരത്തില് നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അക്കാദമിക സമ്മർദ്ദമുണ്ട്, അതില് മത്സരമുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതിലുള്ള താരതമ്യവും ഒക്കെ എപ്പോഴും വലിയ പ്രശ്നമായി മാറാറുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ജോലി ഏത് നേടണം, എങ്ങനെ നേടണം എന്നുള്ള സമ്മർദ്ദം, പ്രണയപരാജയങ്ങൾ പിന്നെ എപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. ഹോസ്റ്റൽ ജീവിതങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഇതിൽ ഹോം സിക്നെസ്സും ഭക്ഷണ പ്രശ്നവും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. ജാതി മത ലിംഗ വിവേചനങ്ങൾ എപ്പോഴും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ തോന്നുന്നത് സോഷ്യൽ മീഡിയ മൂലമുള്ള താരതമ്യ ബോധമാണ്. അത് വലിയ തോതിൽ കുട്ടികളിലെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മെന്റൽ ഇൽനെസ്സിലേക്കും അതുപോലെ തന്നെ ആത്മഹത്യകളിലേക്കും ഒക്കെ നയിക്കപ്പെടാറുമുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്ന റാങ്കുകൾ സൃഷ്ടിക്കുന്ന ഇടങ്ങൾ മാത്രമായിട്ടല്ല നിലനിൽക്കേണ്ടത്. സുരക്ഷിതമായ മനസ്സുകളും ആത്മവിശ്വാസമുള്ള മനുഷ്യരുമാണ് അവിടെ വളരേണ്ടത്. അത്തരം ഇടമായിട്ട് അത് മാറണം. അതിനുവേണ്ടി മാനസികാരോഗ്യത്തിന് വലിയ രീതിയിൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കേൾക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനും ആൾക്കാരില്ലാത്തതിന്റെ കുറവ് കൂടി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് സുപ്രീം കോടതി നിയോഗിച്ച NTF സംഘത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 സംസ്ഥാനങ്ങളിൽ 3.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ സഹായം തേടിയെങ്കിലും അതൊരു വലിയ സംഖ്യയാണ്. അത്തരം ആവശ്യക്കാരിലേക്ക് നമ്മൾ ഇനിയും എത്തേണ്ടതുണ്ട്. അതിനുള്ള പദ്ധതികൾ ഇനിയും ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങളും പദ്ധതികളും NTF-നും സുപ്രീം കോടതിക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന ആശംസ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന വസ്തുത അറിയാത്തവരില്ല. എങ്കിലും സമ്മർദ്ദത്തിന്റെ ഫലമായുള്ള നൈമിഷിക തീരുമാനങ്ങൾ ഇത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം. അത് ഒഴിവാക്കുക എന്നത് സമൂഹത്തിന്റെ ഒരു കടമയും കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് വീട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സൗഹൃദ അന്തരീക്ഷമുണ്ടാക്കുന്നതിനുള്ള ആരോഗ്യപരമായ മികച്ച പ്രവർത്തനങ്ങൾ നാഷണൽ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.